അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മുണ്ടക്കയം പഞ്ചായത്ത് വിവിധ കേന്ദ്രങ്ങളിൽ യോഗ പരിശീലനം നൽകിയവരുടെ യോഗ പ്രദർശനവും ക്ലാസും മുണ്ടക്കയം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ സാധ്യത ഇന്ന് മനുഷ്യന്റെ എല്ലാവിധ ജീവിതചര്യകളും ആവശ്യമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുണ്ടക്കയം പഞ്ചായത്തിന്റെ കീഴിലുള്ള ആയുർവേദ ഡിസ്പെൻസറി ബഹുമാനപ്പെട്ട ഡോക്ടർ വന്നതിന് ശേഷം വളരെയധികം പുരോഗതിയും അതുപോലെ തന്നെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് മികച്ച വെൽനസ് സെന്ററായിട്ട് അത് മാറുകയും നമുക്ക് സർക്കാരിൽ നിന്നൊരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അവിടെ മരുന്ന് വാങ്ങാൻ എത്തിയിട്ടുള്ളവർ യോഗയുടെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പതിയെ ആ മരുന്നിന്റെ ഉപയോഗം നിർത്തിക്കൊണ്ട് യോഗയിലേക്ക് തിരിഞ്ഞ് ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരുപാട് ശമനം വരുന്നുവെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇവിടെ പ്രായഭേദമന്യുള്ള ആൾക്കാരെത്തുന്നത്. ഇന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ വിവിധമായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. അതിൽ നിന്നെല്ലാം ഒരു വിമുക്തി നേടുന്നതിന് യോഗയുടെ സാന്നിധ്യം അല്ലെങ്കിൽ യോഗ പരിശീലിക്കുന്നതിലൂടെ മനുഷ്യന്റെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതാണോ അതിൽ ലക്ഷ്യം പുലർത്തുന്നതിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഷീല ഡൊമിനിക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CV അനിൽകുമാർ, ഷിജി ഷാജി, സുലോചന സുരേഷ്, ദിലീഷ് ദിവാകരൻ, ജാൻസി തൊട്ടിപ്പാട്ട്, ലിസി ജിജി, ഫൈസൽ മോൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മനാഭൻ, പരിശീലക അജിത ബിജു എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ പരിശീലന കേന്ദ്രങ്ങളായ കലാദേവി ക്ലബ്ബ്, അമരാവതി ആയുർവേദ ആശുപത്രി, മുരിക്കുംവയൽ, വണ്ടൻപതാൽ, വേലനിലം എന്നീ യോഗ കേന്ദ്രങ്ങളിൽ പരിശീലിച്ച 64 പേർ യോഗ പ്രദർശനം നടത്തി.